ഭക്തന്മാർക്കൊരു വലിയ ഒരു ദിവസമാണ് നരസിംഹ ജയന്തി ഉത്സവം. ഭഗവാൻ പ്രഭുപാദ് പറഞ്ഞിരുന്നു, നമ്മുടെ പ്രസ്ഥാനത്തില് ഭക്തിയോഗവും ഭഗവത് സേവയും ഭാഗവതത്തില് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്നതും അതിന് പലവിധമായിട്ടുള്ള ശത്രുക്കളുണ്ട്, തടസ്സങ്ങളുമുണ്ട്. അത് നടക്കാൻ പാടില്ല. അത് നാസ്തികനായിട്ടുള്ള ആൾക്കാരും ഭഗവാന് വിശ്വാസമില്ലാത്ത ആൾക്കാരും അസുരന്മാരും അവരെല്ലാം ഒരു ഭക്തി സേവ ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ഭക്തൻ, ഒരു വൈഷ്ണവൻ ആയിട്ട് ജീവിക്കുന്ന ജീവിതത്തില് പലവിധമായിട്ടുള്ള ഒരു തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നരസിംഹദേവായിട്ട് വന്ന് നമുക്ക് ഭക്തിയോഗത്തില് ഭഗവത് സേവയില് ഉന്നതം ആകാൻ വേണ്ടിയിട്ട് ഒരുവിധമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഭക്തി സേവ ഭഗവാന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് നടക്കണം എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് പറഞ്ഞു, നമ്മൾ നരസിംഹ ഭഗവാനെ ഭജിക്കണം, നരസിംഹ ഭഗവാനുടെ കൂടെ നമ്മൾ പ്രാർത്ഥന ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. നരസിംഹ ഭഗവാൻ ഭഗവാൻ കൃഷ്ണനുടെ ഭക്തന്മാരെ രക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതായത് കൊണ്ട് പ്രഭുപാദരുടെ ദിവസം ഞങ്ങൾ കാലത്ത് നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനെ ഹിരണ്യാകാശി പൂർവത്സക ശിലതങ്കാന കാലാനെ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യാമി തതോ നരസിംഹ ബാഹി നരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതീം ശരണം പ്രപദ്യേ തവ കര കമലവരേ നഖമദ്ഭുത ശൃംഗം ദലിതാ ഹിരണ്യകശിപു തനുഭൃംഗം കേശവധൃത്ത നരഹരി രൂപ ജയ ജഗദീശ ഹരേ എന്ന് പറഞ്ഞിട്ട് ഭക്തന്മാർ ദിവസം കാലത്തും വൈകുന്നേരവും ഇല്ലെങ്കിലും വേറെ എപ്പോഴെങ്കിലും അത് അവർക്ക് കുറച്ച് ഈ ഭയം തോന്നിയിട്ട് ആരെങ്കിലും നമ്മുടെ ഭക്തി സേവ നമ്മൾ ചെയ്യുന്നത് തടസ്സം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അസുരന്മാരായിട്ട് എന്തെങ്കിലും അതിൽ നമ്മൾ ബാധിക്കപ്പെട്ട നമ്മൾ ഭഗവാനെ ഭജിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുമില്ലാതെ മായാപൂർ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സില് പ്രഭുപാദ് ഈ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ഉഗ്ര നരസിംഹം സ്ഥാപനം ചെയ്തിരിക്കുന്നു നമ്മൾ പ്രഭുപാദ് പറഞ്ഞിട്ട്. അവിടെ പലതും നടന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉലകം മുഴുവനും എല്ലാവർക്കും നരസിംഹ ഭഗവാനാണ് രക്ഷിക്കുന്ന ഭക്തന്മാരെന്ന് പറഞ്ഞിട്ട് നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്. ആ രക്ഷിക്കുന്ന നരസിംഹ ഭഗവാനുടെ നാളെ ജയന്തി ആണ്. ഈ കഥയില് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കഥ, നരസിംഹ ഭഗവാനും പ്രഹ്ലാദ മഹാരാജയുടെ കഥ, അതിൻ്റെ കൂടെ ഹിരണ്യകശിപു, ഈ 3 പേര് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഈ കഥയില്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. ഭാഗവതത്തിലെയും നരസിംഹ പുരാണത്തിലെയും പല സ്ഥലത്തിലെയും പുരാണത്തില് ഈ കഥകൾ പല വിധമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കഥ അത്ഭുതമായിട്ടുള്ള ഒരു ലീല ഭഗവാനെ ചെയ്തു. സ്തംഭത്തിലിരുന്ന് പുറത്തു വന്നു. സ്തംഭ നരസിംഹ എന്ന് അദ്ദേഹത്തിന് ഒരു പേരുണ്ട്. പിന്നെ അദ്ദേഹം ഉഗ്ര നരസിംഹ എന്ന് പേരുണ്ട്. ഭയങ്കരം ആയിട്ടുള്ള ഒരു രൂപം, ഘോര രൂപം, ഭയങ്കരമായിട്ടുള്ള ഒരു രൂപം, അതുമില്ലാത്ത ക്രോധം, ഭയങ്കര ദേഷ്യത്തോടെ ഉള്ള ഒരു രൂപമായിരുന്നു. ഇങ്ങനെ നരസിംഹ ഭഗവാനുടെ പല പേരുകളൊക്കെ ഉണ്ട്, പല നാമങ്ങള് അദ്ദേഹത്തിന്റെ മൂഡ് അനുസരിച്ച്. അപ്പോ നമ്മൾ ഭക്തന്മാരായിട്ട് ചില പേര് ചോദിക്കാറുണ്ട്, എന്തിനാ നിങ്ങള് ഭയങ്കരമായിട്ടുള്ള ഈ ഉഗ്ര നരസിംഹ പൂജ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഞാൻ പോസ്റ്റർ ഇപ്പോൾ കണ്ടു, അവിടെ ശാന്ത നരസിംഹ
എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. വളരെ പ്രസന്നമായിട്ടുള്ള നരസിംഹ ഭഗവാൻ. അവിടെ നരസിംഹ ഭഗവാൻ വലിയ സന്തോഷത്തില് പ്രഹ്ലാദനെ തലയിൽ അദ്ദേഹത്തിന്റെ ശിരസിൽ ആ കൈ വെച്ചുകൊണ്ട് പ്രഹ്ലാദ കണ്ടിട്ട് വലിയ സന്തോഷമായിട്ടുള്ള ഒരു പ്രസന്ന നരസിംഹ, ഇല്ലെങ്കിൽ ശാന്ത നരസിംഹ എന്ന് പറയും. നരസിംഹദേവ് ശാന്തമായിരിക്കും എപ്പോഴും എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി പ്രഹ്ലാദനൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്നെങ്കിൽ പിന്നെ അദ്ദേഹം ശാന്ത നരസിംഹനാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ഇസ്കോണില് എല്ലാവരും ഉഗ്ര നരസിംഹ സേവയാണ് ചെയ്യുന്നത്. ശാന്ത നരസിംഹ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വേറൊരു ഭാവത്തിലെയാണ്, വൈകുണ്ഠ ഭാവത്തിലെയാണ്. ലക്ഷ്മിന്ന് കൂടെ വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഭാവം. നമ്മൾ പൂജിക്കുന്നത് എപ്പോഴും ഉഗ്ര നരസിംഹം എന്ന ഭാവം. അത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഉഗ്ര നരസിംഹനുടെ ആശീർവാദവും ദയാവും രക്ഷിക്കുന്ന ആ ഗുണവും നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട്. ഈ കഥയിൽ നിങ്ങൾ കേട്ടിരിക്കുന്ന ഈ കഥയെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ആ കഥയിൽ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ കഥയിലെ 3 ക്യാരക്ടേഴ്സ് നാം പറഞ്ഞത്, ഒന്ന് ഹിരണ്യകശിപു, ഇന്നൊന്ന് ഭഗവാൻ നരസിംഹ, ഇന്നൊന്ന് പ്രഹ്ലാദ മഹാരാജൻ. പിന്നെ ഇതിലെ വേറെ സെക്കൻഡറി ആയിട്ട് അടുത്ത ലെവലില് ദേവന്മാര് അവരുണ്ട്. പിന്നെ ശുക്രാചാര്യരുടെ മകൻ അവര് ഹരേ കൃഷ്ണ മഹാരാജ് മ്യൂട്ട് ആയിട്ടുണ്ട്. കേൾക്കുന്നുണ്ട്? അപ്പോ ഹൗ ലോങ് ഇസ് ദ മൈക്ക് ഓഫ്? ഇപ്പൊ കേൾക്കും മഹാരാജ്. കേൾക്കാണ്ട് പ്രഭുജി. ഹൗ ലോങ് ഇസ് ദ മൈക്ക് ഓഫ്? ഇപ്പം ജസ്റ്റ് ഒരു സെക്കൻഡ്, 2 സെക്കൻഡ്, കുറച്ച് മുന്നേറ്റ്. കുറച്ച് മുന്നേറ്റ്. ഇങ്ങനെ തന്നെ ഓഫ് ചെയ്യില്ല. ശരി. സോ നമ്മൾ വിധവിധമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണാൻ പറ്റും. അതിന് ഓരോരോ ക്യാരക്ടറിനും ഓരോരോ വ്യക്തിനും ഓരോരോ സ്പെഷ്യൽ റെപ്രസെൻറ്റേഷനാണ് ഭഗവത് സേവയിൽ. അതിന് ഓരോന്നും ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് കുറച്ച് പറയാം. ഞാൻ കഥ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുമെന്ന് പറഞ്ഞിട്ട് വളരെ ബ്രീഫായിട്ട് ഞാൻ കഥേൻ്റെ കാര്യം പറയാം. പ്രഹ്ലാദ് 5 മകനായിരുന്നു ഹിരണ്യകശിപുക്ക്. പ്രഹ്ലാദ്, അനുഹ്ലാദ്, ഹ്ലാദ് എന്ന് പറഞ്ഞിട്ട് 5 പേര്. 5 മകൻ. അതിലെ പ്രഹ്ലാദ് വന്നിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള മകനായിരുന്നു, വിഷ്ണു ഭക്തനായിരുന്നു. ഹിരണ്യകശിപു വന്നിട്ട് അസുരൻ. പക്ഷെ മുമ്പ് ലീലയിൽ കാണുന്നപ്പോൾ നമ്മൾ ഈ കൽപ്പത്തില് ജയ വിജയ 2 പേരും ചതുഷ്കുമാരാസ്, അവര് 4 കുമാരന്മാരും അവിടെ വൈകുണ്ഠത്തിലെത്തിയപ്പോ അവര് ദ്വാരപാലകന്മാരായിട്ട് എന്നായിരുന്നു. അവിടുന്ന് കുറച്ച് തർക്കം നടന്നു. ആ ചതുഷ്കുമാരങ്ങളും ഇവര് ജയ വിജയവും അവർക്ക് അനുമതമില്ല വൈകുണ്ഠാനടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവരവരെ തടുത്തു. അവിടുന്ന് ഈ ആർഗ്യുമെന്റ് ഒക്കെ തുടങ്ങിയിട്ട് പിന്നെ കുമാരകള് അവര് ഈ ജയ വിജയനെ ശപിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ യോഗ്യതയില്ല വൈകുണ്ഠത്തിൽ എന്ന് പറഞ്ഞിട്ട് അവർ വിചാരിച്ചു. അവിടെ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ നാരായണൻ പ്രകടമായി. അകത്തുനിന്ന് ലക്ഷ്മിയുടെ കൂടെ അവിടെ വന്നിട്ട് അവര് ഫസ്റ്റ് ടൈം നാരായണനെ ദർശിക്കുന്നു. സ്വയം നാരായണൻ തന്നെ വന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടായിട്ടുണ്ട് ഇവിടെ എൻ്റെ വലിയ ഉത്തമമായിട്ടുള്ള ഈ ഋഷികളും മുനികളും 4 കുമാരന്മാരെ അവര് വന്നിട്ട് എന്തോ അപരാധം ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ സമാധാനം പറയാൻ വേണ്ടിയിട്ട് ഭഗവാൻ എത്തിയിട്ട്
വളരെ നന്നായിട്ട് മധുരമായിട്ടുള്ള ഒരു വാക്യം അവിടെ പറഞ്ഞിരുന്നു. അപ്പോ ഈ ചതുഷ്കുമാരന് അവര് 4 പേരും ആദ്യമാണ് കാണുന്നുണ്ട് ഭഗവാന്. പലവിധമായിട്ടുള്ള ശാസ്ത്രങ്ങള് പലതും പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കേട്ടിട്ടുണ്ട് അവര്. പക്ഷെ ഇപ്പോൾ ദർശനം ചെയ്യുന്നപ്പോ അവരുടെ മനസ്സെല്ലാം മാറി, അവര് ഭക്തനായിട്ടായി. ആ സമയത്തില് ഭഗവാൻ വേറെ വിധമായിട്ട് ഒരു തീരുമാനം ചെയ്തു. ആ തീരുമാനത്തില് ഇങ്ങനെ ഈ ഭൗതിക ഉലകത്തിൽ ഞാൻ അവതരിച്ച് എനിക്ക് വീര്യരസം അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട്, വീര്യരസം എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, പേഴ്സണൽ ഫൈറ്റിംഗ്, എൻ്റെ രസം ഫൈറ്റിംഗ് രസ എനിക്ക് അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു അവിടെ. ആ സമയത്ത് തീരുമാനിച്ചു. അതില്ലാതെ ഈ ഇങ്ങനെ ഇപ്പോൾ ഒരു ലീല നടത്തണം എന്ന് പറഞ്ഞിട്ട്. സോ ജയാവും വിജയാവും അവര് താഴെ പതീതനായി ആ പദവി, ദ്വാരപാലകൻ എന്ന് പറഞ്ഞ പദവിയിലെന്ത് അവര് താഴെ വീഴുന്നു. ഈ ഭൗതിക ജീവിതത്തില് അവര് 3 ജന്മത്തില് ജയ വിജയ വന്നിട്ട് 3 ജന്മമായിട്ട് ഹിരണ്യാക്ഷ, ഹിരണ്യകശിപു, കുംഭകർണ, രാവണ, പിന്നെ അതർ ശിശുപാല, ദന്തവക്ര, ഇവിടെ ഇങ്ങനെ വന്നു 3 ജന്മമായിട്ട്. അതില് ഈ ഹിരണ്യാക്ഷ, ഹിരണ്യകശിപു 2 പേരുടെ സഹോദരന്മാരുടെ ആ ലീലയാണ് ഈ നരസിംഹ ഭഗവാനുടെ ലീല അവിടെ നമ്മൾ കാണുന്നുണ്ട്. സോ ജയ വിജയാവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അതില്. പതീതനായിട്ട് താഴെ വീഴുന്ന ഡെവോട്ടീസ് ആണ്. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തിയില് ഉന്നതം ആണെന്ന് പറഞ്ഞെങ്കിൽ ഭക്തിയുടെ ടോപ്പ് മോസ്റ്റ് സ്റ്റേറ്റസ് ആണ് ശുദ്ധ ഭക്തി, ശുദ്ധ ഭക്തൻ. ആ സ്ഥലത്തിൽ ഇരിക്കുന്നത് 2 ക്യാരക്ടേഴ്സ് നമുക്ക് ഈ കഥയിൽ കാണാം. ഒന്ന് വന്നിട്ട് നാരദമുനി ഗുരുവായിട്ട് ആ ശുദ്ധ ഭക്തനായിട്ടിരിക്കുന്നു. ഇനിയൊന്ന് വന്നിട്ട് നാരദമുനിയുടെ ശിഷ്യൻ പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ ജനിക്കുന്ന മുമ്പ് തന്നെ ഇനിസിയേഷൻ, ദീക്ഷയൊക്കെ മേടിച്ചു, ഉപദേശമൊക്കെ കഴിഞ്ഞു. ജന്മം, അതായത് ജനിക്കുന്നപ്പോ അദ്ദേഹം ഓൾറെഡി സെൽഫ് റിയലൈസ്ഡ് ആയിരുന്നു, ഭഗവാൻ റിയലൈസ്ഡ് ആയിരുന്നു, എല്ലാം ചേർന്നിട്ട് കിട്ടി അദ്ദേഹത്തിന്. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ക്യാരക്ടറാണ് പ്രഹ്ലാദൻ. അപ്പോ ഈ ദേവന്മാര് ആക്രമണം ചെയ്യുന്ന ഹിരണ്യകശിപു, എനിക്ക് എൻ്റെ അനിയൻ ഹിരണ്യാക്ഷ വധം ചെയ്തു വിഷ്ണു എന്ന് പറഞ്ഞിട്ട് വലിയ ദേശത്തിലെ തപസ്യങ്ങളൊക്കെ ചെയ്യാൻ പോയി. അപ്പോ ഈ അസുരന്മാർക്ക് വലിയ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകാതെ ആ സമയത്തിൽ ദേവന്മാർ ആക്രമണം ചെയ്തു. പിന്നെ എല്ലാത്തെയും നശിപ്പിച്ചു, എല്ലാം എടുത്തോണ്ട് പോയി. അപ്പോ കയാതു എന്ന് പറഞ്ഞിട്ട് ഹിരണ്യകശിപുവിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയെ ഇഴുത്തോണ്ട് പോകുന്നപ്പോ ദേവന്മാര്, അപ്പൊ നാരദമുനി നിർത്തിയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഈ സ്ത്രീയെ ഞാൻ നോക്കിക്കൊള്ളാം. ഈ സ്ത്രീയുടെ ഗർഭത്തില് ഒരു വലിയ ഒരു ഭക്തനാണ് ജനിക്കുന്നത്. ഞാൻ കൂട്ടിക്കൊണ്ടു പോകാന്നത് ആശ്രമത്തില് കൂട്ടിക്കൊണ്ടുപോയി. നാരദമുനി ഒരു സന്യാസിയാണ്. ആ സന്യാസിന്റെ ആശ്രമത്തിലെ ഒരു ഗർഭിണിയെ കൂട്ടിക്കൊണ്ടുപോയി. ഇത് ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നാരദമുനി അങ്ങനെ ചെയ്തു. എന്താണെന്ന് പറഞ്ഞാൽ ആ ഗർഭത്തില് പ്രഹ്ലാദൻ ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്, പ്രഹ്ലാദൻ ജനിച്ച ഭഗവാൻ അവതരിക്കുന്നു പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് അറിയും. ആ ഭഗവാൻ അത്ഭുതമായിട്ട് ലീലകളൊക്കെ ചെയ്യാൻ പോകുന്നു നാരദമുനിന്ന് അറിഞ്ഞു. അപ്പോ ആ ഖയാദു, മിസ്സസ് ഹിരണ്യകശിപുവ്, അദ്ദേഹം സ്പെഷ്യലായിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തു ആശ്രമത്തില്. അവിടെ ആശ്രമത്തിലെ ഗർഭിണിയായിട്ടിരിക്കുന്നപ്പോൾ പ്രഹ്ലാദന് ശിക്ഷ കൊടുക്കാൻ തുടങ്ങി നാരദമുനി. ഗർഭത്തിൽ തന്നെ നാരദമുനി വളരെ ഉത്സാഹത്തോടെ അദ്ദേഹത്തിന്റെ ഗുരു നാരദമുനി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു. വളരെ ഉത്സാഹത്തോടെ വളരെ ക്ലിയർ ആയിട്ട് കേട്ട് അവിടുന്ന് റെസ്പോൺസും കൊടുത്തു. ആ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്.
ചിലപ്പോ അദ്ദേഹത്തിന്റെ അമ്മ ഹയാതു ഉറങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ ഗർഭത്തിലിരുന്ന് പ്രഹ്ലാദൻ ഗുരു നാരദ മുനി പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. ഇങ്ങനെയായിരുന്നു അവിടെ സീന്. പിന്നെ അതായത് കൊണ്ട് ഗർഭത്തിൽ തന്നെ അദ്ദേഹം ഒരു സിദ്ധനായി, ഭക്തനായി. അപ്പോൾ ജനിക്കുന്നപ്പോ ഓൾറെഡി ഒരു പ്യൂർ ഡിവോട്ടി, ഒരു ശുദ്ധ ഭക്തനായി. അപ്പോൾ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കഥയാണ്. ഒരു ശുദ്ധഭക്തനായിട്ടുള്ള ഒരു ഗുരു നാരദ മുനി, ഏറ്റവും ഉത്തമമായിട്ടുള്ള ശുദ്ധഭക്തന്മാരിൽ തന്നെ ഉത്തമമായിട്ടുള്ള ഒരു ഭക്തൻ. അദ്ദേഹം പ്രഹ്ലാദന്റെ ഗുരുവായിരുന്നു. അപ്പൊ സാധാരണമായിട്ടുള്ള ഒരു ശിഷ്യനാവില്ല. നാരദ മുനിയുടെ സംഘം കിട്ടിയിരിക്കുന്ന എല്ലാ ശിഷ്യന്മാരും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥിതിയിലെത്തി, അവരെല്ലാവരും ഭക്തിയില്. അപ്പോൾ പ്രഹ്ലാദൻ അവിടെ ജനിക്കുന്നുണ്ട്. ഈ കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. ചുറ്റിയിരിക്കുന്ന എല്ലാവരും അസുരന്മാരാണ്. ആ സ്ഥലത്തിലെയാണ് പ്രഹ്ലാദൻ ജനിക്കുന്നത്. സോ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഭക്തി എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം? എനിക്ക് ദിവസം എൻ്റെ വീട്ടില് എൻ്റെ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരില്ല. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തിലും ഭക്തി അനുകൂലമായിട്ട് ആൾക്കാരില്ല. എങ്ങനെ ഞാൻ ഭക്തി പാലിക്കാന്ന് പറഞ്ഞിട്ട് പല പേര് ചോദിക്കാറുണ്ട്. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തിൽ ഇവിടെ ഹരിനാമ സങ്കീർത്തനവും ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിക്കുന്ന വ്യക്തികൾക്ക്, അതായത് വൈഷ്ണവന്മാർക്കും ഭക്തന്മാർക്കും ഈ കാര്യങ്ങൾ കുറച്ച് ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളും. ചില കാര്യങ്ങളെല്ലാം ആ ഹരിനാമം ജപിക്കുന്നത് കൊണ്ട് അവർക്ക് ചില ശക്തികളൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടുന്നുണ്ട് അകത്തുനിന്ന്. അത് നമ്മൾ ജപിക്കുന്ന ആൾക്കാർക്ക് ഈ ശക്തികളൊക്കെ അറിയും, അവർക്ക് അനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ പ്രഹ്ലാദം വന്നിട്ട് ശുദ്ധഭക്തി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അസോസിയേഷൻ സംഘം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ പ്രഹ്ലാദം ചെയ്യുന്ന പോലെ നമ്മൾ നോക്കാം. അസോസിയേഷൻ എനിക്കില്ല, സംഘമില്ല എന്ന് പറയുന്നത് ഇങ്ങനെ പോലെ ഒരു അന്തരീക്ഷം, ഇങ്ങനെ പോലെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഇരിക്കുന്നപ്പോൾ ചുറ്റിയിരിക്കുന്നവർ എല്ലാവരും അസുരന്മാരാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അവർക്ക് അസോസിയേഷൻ കൊടുക്കണം. അവരുടെ സംഘം നമ്മൾ എടുക്കാൻ പാടില്ല. കാത് കൊടുത്തിട്ട് അവർ പറയുന്നതൊക്കെ കേട്ടെങ്കിൽ പിന്നെ അവർ പറയുന്നതിൽ നമുക്ക് ഒരു വിധമായിട്ടുള്ള ഒരു വിശ്വാസം തുടങ്ങും. പിന്നെ പതുക്കെ നമ്മൾ ഭക്തി മലമായിക്കൊണ്ട് കണ്ടാമിനേഷൻ ആയത് നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. അപ്പോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് ചില സ്ഥലത്തിൽ നമ്മൾ അസോസിയേഷൻ കൊടുത്തെങ്കിൽ അവരുടെ സംഘം നമുക്ക് കിട്ടാതെ ഇരിക്കും. ചില സ്ഥലത്തിൽ നമുക്ക് അസോസിയേഷൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഭക്തന്മാർ, തൂയ ഭക്തന്മാർ, ശുദ്ധഭക്തന്മാരുണ്ടെങ്കിൽ അവരുടെ സംഘം നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ ഈ അസോസിയേഷൻ മാനേജ്മെന്റ് നമുക്കറിയണം. പ്രഹ്ലാദ് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? നാരദമുനിയുടെ സംഘം എടുത്തു. ഷണ്ട അമർക്ക 2 ബ്രാഹ്മണന്മാർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് കേട്ടു, പക്ഷെ ഫോളോ ചെയ്തില്ല. എനിക്ക് ഈ പോളിറ്റിക്സും രാജനീതിയും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. എനിക്ക് കേൾക്കാൻ സാധിക്കില്ല. ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയൊരാളെ ശത്രുവായിട്ട് കാണുന്നത് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തിലും ഭഗവാനെ കാണുന്നുണ്ട്. ഇതോ നരസിംഹോ അതോ നരസിംഹോ യഥോ യഥോ യാമി തഥോ നരസിംഹ ബാഹിർ നരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതീം ശരണം പ്രപദ്യേ. എല്ലാ സ്ഥലത്തിലും ഞാൻ ഭഗവാനെ കാണുന്നുണ്ട്. അകത്ത് നിന്ന് ഞാൻ കാണുന്നുണ്ട്, പുറത്ത് കാണുന്നുണ്ട്, ഓരോരു സ്ഥലത്തും കാണുന്നപ്പോൾ ഇയാൾ നിങ്ങളുടെ ശത്രുവാണെന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സമദർശിയാണ്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീചൈവ സ്വപാകേച്ച പണ്ഡിത സമദർശിന. ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഇദ്ദേഹം സമദർശി മാത്രമല്ല, അതിനേക്കാളും കൂടുതൽ ഒരു ശുദ്ധ ഭക്തനായതുകൊണ്ട് ഭഗവാന് മാത്രമേ ഉള്ളൂ കാണുന്നത് എല്ലാ സ്ഥലത്തിലും. ഓരോരുത്തരുടെ ഹൃദയത്തില് ഭഗവാൻ പരമാത്മാവായിട്ട് വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് കൊണ്ട് ഈ ശത്രുവാണ്, എൻ്റെ മിത്രനാണെന്ന് പറഞ്ഞിട്ട് ഈ ഭേദം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞതെല്ലാം ത്യജിച്ചു. എനിക്ക് ആവശ്യം ഭഗവാനുടെ സേവ, എനിക്ക് ആവശ്യം ഭഗവാനുടെ കീർത്തൻ, എനിക്ക് ആവശ്യം ഭഗവാനുടെ കഥകൾ കേൾക്കാൻ, എനിക്ക് ആവശ്യം ഭഗവാനുടെ സേവ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു തീരുമാനിച്ചു പ്രഹ്ലാദ്. അതായത് കൊണ്ട് ആ സ്ഥലത്തിൽ ഇരുന്ന് അദ്ദേഹത്തിന് മറ്റുള്ള ആൾക്കാർക്ക് സംഘം കൊടുക്കാൻ സാധിച്ചു. ഇതിനെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാഠം നമുക്ക് പഠിപ്പിക്കാനുണ്ട്.
പഠിക്കാനുണ്ട് ഇവിടെ. രണ്ടാമത്തത് വന്നിട്ട് പ്യോർ ഡിവോട്ടി, പിന്നെ സഖാമ ഭക്ത, നിഷ്കാമ ഭക്തന്മാരുണ്ട്. പ്രഹ്ലാദ് ഒരു നിഷ്കാമ ഭക്തനാണ്. ഒരു വിധമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഒരു വിചാരമോ അങ്ങനെ പോലെ ഒരു ഇച്ഛ ഒന്നില്ല. സോ നിഷ്കാമ ഭക്തനാണ്. ദേവന്മാർ വന്നിട്ട് സഖാമ ഭക്തന്മാരാണ്. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യമാണ്, ഈ ഭൗതിക ലോകത്തിൽ എനിക്ക് അനുഭവിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഭൗതികമായിട്ടുള്ള ചില ഡിസയർസ് ഒക്കെ ഇരിക്കുന്ന ഭക്തന്മാരാണ് സഖാമ ഭക്തന്മാര്. ഇതും കാണാം നമുക്ക്. പിന്നെ സഖാമ ഭക്തന്മാര്, പിന്നെ ഈ 4 കുമാരന്മാരെ നമ്മൾ കണ്ടല്ലേ, അവര് വന്നിട്ട് ബ്രഹ്മവാദികളാണ്. ബ്രഹ്മൻ സർവം കൽവിദം ബ്രഹ്മൻ അഹം ബ്രഹ്മാസ്മി ഇതൊക്കെ റിയലൈസ് ചെയ്ത ആൾക്കാരുകളാണ്. പക്ഷെ ഭക്തി ഇനിയും അവർക്ക് കിട്ടിയിട്ടില്ല. അവിടെ വൈകുണ്ഠ ലോകത്തിൽ ചെന്നിട്ട് നാരായണനും ലക്ഷ്മിയും കണ്ട് പിന്നെയാണ് അവർക്ക് ആ ഭക്തിയുടെ ഇത് തുടങ്ങി. അവിടെ നിന്ന് അവർ ഭക്തന്മാരായി. അപ്പൊ നിങ്ങൾക്ക് ബ്രഹ്മവാദികളെ കാണാൻ പറ്റും ഇവിടെ മിക്സ്ഡ് ഡിവോട്ടീസ്. എന്ത് പറഞ്ഞ കൽപ്പണം, വേറെന്ത് പറയാം, എങ്ങനെ മലയാളത്തിൽ പറയുന്ന അറിയില്ല. മിക്സ്ഡ് ഡിവോട്ടി എന്ന് പറഞ്ഞാൽ കാമവും ഭക്തിയും ചേർന്നിട്ട് അവർ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ അത്ര മുതിർന്ന് അത്ര മെച്യൂർ ആയിട്ടുള്ള ഡിവോട്ടീസ് ഇന്നും അല്ല അവര്. ഇതാണ് ദേവന്മാർ. ഈ സ്ഥലത്തില് ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഈ കഥകളെ നമുക്ക് കിട്ടും. അതായത് കൊണ്ട് ഇവിടെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ കഥയിൽ. ഈ വിധവിധമായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലേ, ഈ കാര്യങ്ങൾ ഓരോന്നും നമുക്ക് ഇവിടെ നന്നായിട്ട് അറിയാൻ പറ്റും. സോ അതായത് ഞാൻ പറഞ്ഞത്, ദിസ് എന്താ പറയാ, നരസിംഹ ഭഗവാനുടെ ഈ ലീല പ്രഹ്ലാദിന്റെ കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലീലയാണ്. സോ മിക്സ്ഡ് ഡിവോട്ടി ദേവന്മാര്. മിക്സ്ഡ് ഡിവോട്ടി എന്ന് പറഞ്ഞാൽ ഈ ഭക്തി ആവശ്യമാണ്, എനിക്ക് അറിയും, ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് അനുഭവിക്കണം ഈ ഭൗതിക ലോകത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ടും ചേർന്നിട്ട് ചെയ്യുന്ന ദേവന്മാരാണ്. അതായത് കൊണ്ട് ദേവന്മാർ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ പദവിയൊക്കെ പോയി, ഹിരണ്യകശിപു വന്നിട്ട് നമ്മൾ എല്ലാം തട്ടി, ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരു വിധമായിട്ടുള്ള പദവിയും ഇല്ല, ഞങ്ങളുടെ സർവീസ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ദേവന്മാർ ചെന്നിട്ട് ബ്രഹ്മാവിനടുത്ത് പറഞ്ഞു. ഇപ്പൊ ബ്രഹ്മ പറഞ്ഞു, ഞാനല്ലേ വരം കൊടുത്തു, അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷ്ണുവിനടുത്ത് പോവാന്ന് പറഞ്ഞിട്ട് അവർ ക്ഷീരസാഗരത്തിൽ ചെന്നിട്ട് അവിടെ കിനാരത്തിലിരുന്ന് വിഷ്ണുവിനെ സംസാരിച്ചു. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സ ഭൂമിൻ വിശ്വതോ വൃത്വാ അത്യതിഷ്ഠത്തസാങ്കുലം പുരുഷ ഏവേദകം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം ഉതാമൃതത്വശേഷാനഃ യദന്നേനാതിരോഹതി ഏതാവാനസ്യ മഹിമാ അതോ ജായാഗുംസ പൂരുഷഃ പാദോ അസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്ന് പറഞ്ഞിട്ട് പുരുഷ സൂക്തം അവരവിടെ ഇരുന്നിട്ട് പറഞ്ഞു. ദേവന്മാര് ഇങ്ങനെയാണ് ദേവന്മാർ വന്ന് വിഷ്ണു അപ്രോച്ച് ചെയ്യുന്നത്, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട്, വളരെ ഇതായിട്ടുള്ള. വൃന്ദാവനത്തിൽ നമ്മൾ കേൾക്കുന്ന ഭഗവാനുടെ ലീലകൾ അവിടെ വൃന്ദാവൻ വാസികളൊക്കെ ചെയ്യുന്നതും ഇതിലെയും വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ വളരെ ഒഫീഷ്യലായിട്ട് ഭഗവാന് അവരെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ പുരുഷ സൂക്ത സ്തുതി വഴിയായിട്ട്. അപ്പോ ഭഗവാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നു, ബ്രഹ്മ കേൾക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം നിങ്ങളുടെ ഭക്തന്മാരാണ്, ഇങ്ങനെയാണ് നിങ്ങളുടെ സ്ഥിതി, ഹിരണ്യകശിപു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് ആർക്കും ഞങ്ങളുടെ സേവകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നില്ല, ഇവിടെ യൂണിവേഴ്സൽ മാനേജ്മെന്റിന്റെ വലിയ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നപ്പോ ഭഗവാൻ പറയുന്ന, ബ്രഹ്മാവല്ലേ വരം കൊടുത്തത്, ബ്രഹ്മ വരം കൊടുത്തു, അതായത് കൊണ്ട് എനിക്കതിൽ ഇന്റർഫിയർ അത്രത്തോളം ചെയ്യാൻ ഇഷ്ടമില്ല. എന്തായെങ്കിലും ഈ സ്ഥലത്തിലെ ഇദ്ദേഹം ഹിരണ്യകശിപു അസുരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ എൻ്റെ ശുദ്ധഭക്തൻ പ്രഹ്ലാദിനെ എന്തെങ്കിലും ചെയ്യും ഡെഫിനറ്റ് ആയിട്ട്.
അസുരന്മാരുടെ രീതി അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ സമയത്തിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് വരും. ഈ ആള് ഡെഫിനറ്റ് ആയിട്ട് പ്രഹ്ലാദിന് എന്തെങ്കിലും ഒന്ന് ചെയ്യും. അസുരനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വിഷ്ണു ഭക്തന്മാരിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡെഫിനറ്റ് ആയിട്ട് ചെയ്യും. അസുരനായത് കൊണ്ട് എൻ്റെ മകനാണെന്ന് കാണില്ല. അദ്ദേഹം ആരെങ്കിലും ആയിക്കട്ടെ, എനിക്ക് എതിർത്ത് നിന്നെങ്കിൽ ഞാൻ അവരെ ആക്രമണം ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള ആ ബോധമാണ് ഈ അസുരസ്തത് വിപര്യ, വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരിലാണ്, ഭഗവാനെ എതിർത്ത് ചെയ്യുന്ന ആൾക്കാരിലാണ് അസുരന്മാർ എന്ന് പറഞ്ഞിട്ട് ഭഗവാന് പറയുന്നപ്പോ ദേവന്മാർ കുറച്ച് സമാധാനമായിട്ട് തിരിച്ചു പോയി. പിന്നെ ഇവിടെ ഹിരണ്യകശിപു വലിയ തപസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതിൽ അദ്ദേഹം തപസ്യം ചെയ്തു, ഘോര തപസ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇവിടെ ഭാഗവതത്തിൽ ഇരിക്കുന്ന വലിയ തപസ്സാണ്. അദ്ദേഹത്തിന്റെ കണ്ണ് ഇങ്ങോട്ട് മുകളിൽ ആകാശത്തിനെ കണ്ടുകൊണ്ട് കൈ മുകളിലോട്ട് ഇങ്ങനെ പൊക്കി ആകാശം വഴിയായിട്ട് ഇങ്ങനെ കാണിക്കുന്ന പോലെ, പിന്നെ കാല് ആ ചുണ്ടുവിരലിൽ മാത്രം നിൽക്കുന്ന 2 ചുണ്ടുവിരലില് ഇങ്ങനെ അദ്ദേഹം തപസ്യം ചെയ്തു ബ്രഹ്മാനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ ഘോര തപസ് എന്ന് പറഞ്ഞാൽ പല കാലങ്ങൾ, പല വർഷങ്ങൾ, ആയിരക്കണക്കാന വർഷങ്ങൾ അദ്ദേഹം ആ തപസ്യം ചെയ്തു. ഒരു അസുരനായിട്ടുള്ള അദ്ദേഹത്തിന് സ്പെഷ്യൽ ഒരു ശക്തിയുണ്ട്, ഭൗതികമായിട്ടുള്ള ശക്തി. അദ്ദേഹം അതെല്ലാം വെച്ചുകൊണ്ട് ഈ ഘോര തപസ്യം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലിരിക്കുന്ന തോലും ചതയും എല്ലാം എറുമ്പ് കഴിച്ച് എലുമ്പ് മാത്രം ഉണ്ടായിരുന്നു. എലുമ്പ് മാത്രമും അതിനകത്ത് പ്രാണമും അതിനകത്ത് ആത്മാവും ഹിരണ്യകശിപു. എലുമ്പ്, പ്രാണം, ആത്മാ ഹിരണ്യകശിപു. ഇത് 3 മാത്രമേ ഉണ്ടായിരുന്നു. മറ്റത് എല്ലാം എറുമ്പ് കഴിച്ചു. അതിന് മുകളിൽ ഒരു പുത്ത് പോലെ ഉണ്ടാക്കി, പാമ്പ് പുത്ത് പോലെ. അപ്പോ ഈ തപസ്യം അങ്ങനെ ഘോര തപസ്യം ചെയ്തു. ഇത്രയും സഹിച്ചുകൊണ്ട് അദ്ദേഹം ഘോര തപസ്യം ചെയ്തുകൊണ്ട് ബ്രഹ്മ വന്നു അദ്ദേഹത്തിന് ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ട്. ബ്രഹ്മാവിടെ കമണ്ടലിരുന്ന് ജലം എടുത്ത് ബ്രഹ്മ ആ പുത്തിന് മുകളിൽ ഇട്ടു. ഇവിടെ എവിടെയോ ഉണ്ട് ഈ വ്യക്തി ഹിരണ്യകശിപു എന്ന് പറഞ്ഞിട്ട് ആ പുത്ത് ഉടഞ്ഞ് അതിനകത്ത് ബ്രഹ്മാവിടെ ആ കമണ്ടലൂരിന്റെ വെള്ളം തെളിച്ചപ്പോ ആ വെള്ളം തെളിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ശരീരം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു ശരീരം, വലിയ ശക്തിയുള്ള ശരീരത്തിന് അദ്ദേഹം പുറത്തു വന്നു, നമസ്കരിച്ചു. പിന്നെ എന്താണ് ആവശ്യം ബ്രഹ്മ ചോദിച്ചു. ഞാന് പ്രസന്നമായി നിങ്ങളുടെ തപസ്യം ചെയ്യുന്നത് കണ്ട് ഞാൻ എന്തെങ്കിലും വരം കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നപ്പോൾ ഹിരണ്യകശിപുവിന്റെ ഓഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ ഇച്ഛ ബ്രഹ്മാവിനെക്കാളും കൂടുതലായിരുന്നു. എനിക്ക് മരണമുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മ പറഞ്ഞു, എനിക്ക് തന്നെ മരണം ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ വരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഹിരണ്യകശിപു ഒരു അസുരന്റെ ബുദ്ധി, പ്ലാനിങ്, സ്ട്രാറ്റജി എല്ലാം കാണിച്ചു. അദ്ദേഹം വന്നിട്ട് ആകാശത്തിൽ എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല, ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല, വെള്ളം, അത് ഇത്, ഈ അസ്ത്രം, അത് അസ്ത്രം, രാത്രി പകൽ, അത് ഇത് എല്ലാ കണ്ടീഷൻസും ഈ സമയത്തിൽ എങ്ങനെയും എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല എന്ന് എല്ലാ കണ്ടീഷനും അങ്ങനെ ഇരുന്നപ്പോ ബ്രഹ്മ ചെറിയതായിട്ട് ചിരിച്ചു. പിന്നെ തഥാസ്തു എന്ന് പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഹിരണ്യകശിപു തിരിച്ചു വന്നു. ആ ഭയങ്കര ബലത്തോടെയും ശക്തിയോടെയും ചിരിച്ചുണ്ട് വന്നിട്ട് അപ്പോഴിന്ന് തുടങ്ങിയ അയാളുടെ ശാസനം. ദേവന്മാരെല്ലാം പുറത്താക്കി, ദേവന്മാരെല്ലാം അദ്ദേഹത്തിന്റെ സെർവൻസായി, ദാസ്യം പലവിധമായിട്ടുള്ള മീനിയലായിട്ടുള്ള സർവീസസ് ചെയ്യുന്ന ആൾക്കാരായി. ഇങ്ങനെ ഹിരണ്യകശിപുവിന്റെ ഇത് തുടങ്ങി. അങ്ങനെയാണ് ഹിരണ്യകശിപുക്ക് പ്രഹ്ലാദ് ജനിക്കുന്നുണ്ട്. പ്രഹ്ലാദ് ജനിച്ച് പ്രഹ്ലാദിനെ വലിയ പ്രിയപ്പെട്ട മകനാണെന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദ് ഒരു ദിവസം ഗുരുകുലത്തില് എന്ത് പഠിപ്പിക്കുന്നു എന്ത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദ്
വളരെ വലിയ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് മടിയില് ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തുടയിൽ ഇരിക്കാൻ പറഞ്ഞു. മടിയിലിരുന്നു. ഇരുന്നിട്ട് അവിടെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രഹ്ലാദിന്റെ ശിരസ് മണത്ത് നോക്കി വലിയ അഫെക്ഷനോടെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. മകനെ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചപ്പോൾ പ്രഹ്ലാദ് പറഞ്ഞു, വിഷ്ണുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നവവിധ ഭക്തിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് ഹിരണ്യകശിപുവിന് വലിയ ആശ്ചര്യമായി. എന്താ, എന്റെ ശത്രുവിനെ കുറിച്ചാണ് നീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഉടനെ അദ്ദേഹം വന്നിട്ട് ഷണ്ട അമർക്കാൻ അടുത്ത് നോക്കി. ഷണ്ടാവും അമർക്കാവും ഇതാണ് പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഷണ്ടാവും അമർക്കാവും പറയുന്നുണ്ട്, ഞങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുത്തില്ല, അദ്ദേഹം എവിടെയോ പഠിച്ചിരിക്കുന്നു, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട്, ശരി, എൻ്റെ ശത്രുക്കൾ ആരോ എന്ത് സ്പൈ ആയിട്ട് ഇവിടെ എന്തോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എൻ്റെ മകന്റെ മനസ്സ് ചീത്തപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഷണ്ടാവമാർക്കാന്ന് കെയർഫുൾ ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, മാസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും പ്രഹ്ലാദൻ വീണ്ടും വളരെ സ്നേഹത്തോടെ മടിയിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു. ആ സമയത്ത് ഹിത്വാത്മപാതം ഗൃഹമന്ദകൂപം വനം ഗതോ തരിമാശയത എന്ന് പറയുന്ന പ്രഹ്ലാദ് മഹാരാജ്, അച്ഛാ, നിനക്ക് അസുര്യവർഗീയ ദേഹിന, അസുരന്മാരുടെ നമ്പർ 1 അസുരനാണ് എൻ്റെ ഫാദർ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാനുണ്ട്. ഹിത്വാത്മപാതം ഗൃഹം അന്ധകൂപം. ഈ ഗൃഹസ്ഥ ജീവിതം നിങ്ങൾ ജീവിക്കുന്നില്ലേ, ആ ജീവിതം ഹിത്വാത്മപാതം ഗൃഹം അന്ധകൂപം, ഒരു ബോട്ടംലെസ് വെൽ, കിണറെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ കാണാൻ സാധിക്കുക, അതിനകത്ത് നിങ്ങൾ എഴുന്നിരിക്കുന്നു. ഹിത്വാത്മപാതം, ആത്മപാതം എന്ന് പറഞ്ഞാൽ സൂസൈഡ്, ആത്മഹത്യം ചെയ്യുന്ന ആളാണ്. ഇതിനകത്ത് വീഴുന്നിട്ട് നിങ്ങൾക്ക് ആത്മഹത്യയാണ് നടക്കുന്നത്. വനം ഗതോത്ത ധരിമാശ്രയത, വൃന്ദാവനത്തിൽ ചെന്ന് ഹരിയുടെ ആശ്രയം എടുക്കൂ. വനം ഗതോത്ത ധരിമാശ്രയത എന്ന് പറഞ്ഞിട്ട് അച്ഛന് അഡ്വൈസ് കൊടുക്കുന്നത്. ഇതാണ് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നപ്പോ ഭയങ്കര ദേഷ്യത്തില് അദ്ദേഹത്തിനെ താഴെ തൂക്കി എറിയുന്നു പ്രഹ്ലാദനെ. റാസ്കൽ, എവിടെ നിന്ന് ഇത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അന്നിരുന്ന് തുടങ്ങി. പിന്നെ ഇദ്ദേഹം എനിക്ക് ശരിയാവില്ല, ഇദ്ദേഹം ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് പലവിധമായിട്ടുള്ള ഇതെല്ലാം നോക്കി, ഒന്നും ശരിയാവുന്നില്ല. ഇദ്ദേഹം എപ്പോഴും വളരെ ബോൾഡായിട്ട് വിഷ്ണുവിനെ കുറിച്ച് സംസാരിക്കുന്നു. വിഷ്ണുയെ എല്ലാം എന്ന് പറയുന്നത്, ഈ സ്ഥലത്തില് ഈ 3 ലോകത്തിന്റെ രാജാവ് ഞാനാണ്, പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും എൻ്റെ മകൻ തന്നെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വലിയ സങ്കടം മാത്രമല്ല, ഒരു വലിയ ഫ്രസ്ട്രേഷനും വലിയ ദേഷ്യവും. എന്ത് ചെയ്യാൻ എന്ന് പറയുന്നത് അയാൾ തീരുമാനിച്ചു, ഞാൻ തന്നെ ഇയാളെ ഫിനിഷ് ചെയ്യാം, ഇയാൾക്ക് മരണമാണ് ബെസ്റ്റ്, ഇല്ലെങ്കിൽ എനിക്ക് അപായമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് യാന, പല മതം പിടിച്ച ആനകളുടെ കൂടെ ഇടുന്നു. അവിടെ ഭഗവാൻ ഒന്ന് രക്ഷിക്കുന്നു പ്രഹ്ലാദൻ. പിന്നെ സാഗരത്തിലിടുന്ന് ചത്തുപോകുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ രക്ഷിക്കുന്നു. അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ അവർ എല്ലാവരും ചേർന്നിട്ട് പലവിധമായിട്ടുള്ള ആയുധങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊല ചെയ്യാന്ന് പറഞ്ഞ് ശ്രമിക്കുന്നു. അവിടെയും ഭഗവാൻ വന്നിട്ട് രക്ഷിക്കുന്നു. ഇങ്ങനെ വിധവിധമായിട്ടുള്ള ചിത്രവതകൾ അനുഭവിക്കുന്ന പോലെ പ്രഹ്ലാദ ചിത്രവത ചെയ്തു. പിന്നെ പ്രഹ്ലാദ് എപ്പോഴും വളരെ ശാന്തമായിട്ട് തിരിച്ചു വന്നിട്ട് അച്ഛാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ പ്രഹ്ലാദന് അച്ഛനെ ഒരു ശത്രുവായിട്ട് കാണാൻ സാധിച്ചില്ല. ഇതാണ് ഒരു പ്യൂർ ഡിവോട്ടി എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് ഒരു ലെക്ചറിൽ പറയുന്നുണ്ട്. ഇനിയൊരു സ്ഥലത്തിന് നേരെ വിപരീതമായിട്ട് ഹിരണ്യകശിപു നാസ്തികൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവം വേറെ മാതിരിയാണ്. പക്ഷെ നേരെ വിപരീതമായിട്ടുള്ള സ്വഭാവമാണ് പ്രഹ്ലാദന്. പ്രഹ്ലാദൻ ഒരു പ്രാവശ്യം കൂടി അദ്ദേഹത്തിന്റെ അച്ഛന്റെ മുകളിൽ ദേഷ്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അതായിരുന്നു
ഹിരണ്യകശിപു കൂടുതൽ ദേഷ്യം വന്നത്. കാര്യം ഞാൻ എന്ത് ചെയ്തെങ്കിലും ഇതിന് വളരെ ശാന്തമായിട്ട് തിരിച്ചു വന്നിട്ട് അച്ഛാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു എനിക്ക്, ആരാണ് നിന്നെ രക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അങ്ങനെ ചോദിക്കുന്നപ്പോ പ്രഹ്ലാദൻ വന്നിട്ട് വളരെ ശാന്തമായിട്ട് പറയുന്നത്, ഇതിനു മുമ്പ് ആര് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു, ആരും കൊല്ലാൻ സാധിച്ചില്ല, അപ്പൊ ഞാൻ തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദനെ വിഷം ഒരു കപ്പില് ഫുള്ളായിട്ട് വിഷം ഇട്ടിട്ട് അത് ഫുള്ളായിട്ട് എന്റെ മുമ്പ് കുടിക്കുമെന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ കൊടുക്കുന്നത്. പ്രഹ്ലാദൻ അത് വിഷ്ണു ഭജിച്ചുകൊണ്ട് കുടിക്കുന്നത്, കുടിച്ച് ഫുള്ളായിട്ട് ജീർണം ചെയ്യുന്നത്, ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഇത് വലിയ ഒരു സർപ്രൈസിങ് ആശ്ചര്യമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ഇതിന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോ ആഫ്റ്റർ ദിസ് ഐ വിൽ ടേക്ക് ഓക്കെ. സംസാരിക്കാൻ സാധിക്കില്ല, ഒരു വിധമായിട്ടുള്ള ഇതും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. പിന്നെ അപ്പോഴേ പ്രഹ്ലാദനടുത്ത് ഒന്ന് ചോദ്യം, നീ വിഷ്ണു എന്ന് പറയുന്ന അതേ എവിടെയാണ്? നിനക്ക് ഫസ്റ്റ് ഇത്രയും ശക്തിയും ഇത്രയും ബോൾഡ്നെസ് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നപ്പോ പ്രഹ്ലാദ് ചിരിച്ചുകൊണ്ട് പറയുന്നു, അച്ഛാ നിങ്ങൾക്ക് ആര് ശക്തി കൊടുക്കുന്നുണ്ടോ ഈ കാര്യങ്ങളും ശാസനം എല്ലാം ചെയ്യാനും അതേ വ്യക്തി തന്നെ എനിക്കും ശക്തി തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നപ്പോ അച്ഛനെന്നെ കൂടുതൽ ദേഷ്യം വരുന്നു. എവിടെയാണ് ആ ഭഗവാൻ നീ പറയുന്നത്, എവിടെയാണ് ആ ഈശ്വരൻ നീ പറയുന്നത്, ആ വിഷ്ണു എവിടെയാണ് എനിക്ക് കാണണം എന്ന് പറയുന്നപ്പോ എല്ലാ സ്ഥലത്തിലും വിഷ്ണു ഉണ്ട് എന്ന് പറയുന്നു. എനിക്ക് കാണുന്ന എല്ലാ സ്ഥലത്തിലും വിഷ്ണു, പക്ഷെ ഒരു നാസ്തികന് എവിടെയും കാണില്ല വിഷ്ണു. ഇതാണ് അവിടെ ആ സംഗതി, ആ കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രഹ്ലാദനെ എല്ലാ സ്ഥലത്തും കാണുന്ന വിഷ്ണു, പക്ഷെ ഹിരണ്യകശിപുവിനെ ഒരു സ്ഥലത്തും കാണുന്ന, അദ്ദേഹത്തിന് കാണുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് ഈശ്വരൻ, ഞാനാണ് വലിയ മുഖ്യപ്പെട്ട ആള്, എനിക്ക് വേറെ ആരും കാണാൻ സാധിക്കുന്നില്ല. അപ്പോ ഈ ഗർവം അഹങ്കാരം പിടിച്ച ആൾക്കാർക്ക് ഭഗവാനെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് അവരുടെ മുഖം മാത്രമേ ഉള്ളൂ കാണാൻ. എൻ്റെ സ്ഥിതി എങ്ങനെയാണ്, എന്നെ പല ആൾക്കാർ എന്ത് വിചാരിക്കുന്നു, ഞാൻ ചെയ്ത കാര്യം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവസാനം അസുരനായിട്ട് മാറുന്നത്. കൂടുതൽ നമ്മളെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന് ഇത്ര കൂടുതൽ നമ്മൾ സംസാരിക്കുന്നു, നമുക്ക് ഭഗവാൻ ആവശ്യമില്ല, വേറെ ആരും ആവശ്യമില്ല. അങ്ങനെ ഒരു സ്ഥിതി വരുന്നപ്പോൾ ഹിരണ്യകശിപു പോലെ ഒരു നാസ്തികനായിട്ട് മാറി. പക്ഷെ പ്രഹ്ലാദന് ഞാൻ ഭഗവാനുടെ സേവകനാണ്, ഭക്തനാണെന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ട് മനസ്സിലാക്കുന്ന ആളാണ്. സോ ഈ സ്ഥലത്തില് പ്രഹ്ലാദ് വന്നിട്ട് ഇങ്ങനെ പറയുന്നപ്പോ അച്ഛന് വന്നിട്ട് വലിയ ദേഷ്യത്തില്, ഈ സ്തംഭത്തിലുണ്ടാവൂ നീ പറയുന്ന വിഷ്ണു, നീ പറയുന്ന ആ ഈശ്വരൻ ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, ഈ സ്തംഭത്തിലുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നപ്പോ പ്രഹ്ലാദൻ അവിടെ ഫസ്റ്റ് കാണുന്നുണ്ട്, ആ സ്തംഭത്തിനകത്ത് ഈശ്വരനെ കാണുന്നുണ്ട്, ആ സ്തംഭത്തിനകത്ത് ഭഗവാൻ നരസിംഹദേവ കാണുന്നുണ്ട്. ഭഗവാൻ നരസിംഹദേവ് അദ്ദേഹത്തിന് ദർശനം കൊടുക്കുന്നുണ്ട്. നീ പറഞ്ഞല്ലേ എല്ലാ സ്ഥലത്തും ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, ഈ സ്തംഭത്തിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതേപോലെ ഞാൻ ഇവിടെ ഉണ്ട് ഇതാന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദനെ ദർശനം ഫസ്റ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹിരണ്യകശിപു അദ്ദേഹത്തിന്റെ കൈ വെച്ചുകൊണ്ട്, ഭയങ്കര ബലവും ശക്തിയുള്ള ഒരു വ്യക്തിയാണ് ഈ ഹിരണ്യകശിപു. കൈ വെച്ചുകൊണ്ട് ചില സ്ഥലത്ത് പറഞ്ഞ് വാളെടുത്ത് അതിനെ ആക്രമണം ചെയ്തു ആ സ്തംഭത്തെ എന്ന് പറഞ്ഞിട്ട്, ഇനിയൊരു സ്ഥലത്തില് കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് അടിച്ചു അത് ആ സ്തംഭത്തെ. ആ സ്തംഭം ഉടഞ്ഞു പൊളിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഭയങ്കരമായിട്ടൊരു ശബ്ദം വന്നു. പില്ലര് ആ സ്തംഭം പൊടിയുന്ന ശബ്ദം ഒന്ന്, ഇതിനേക്കാളും കൂടുതൽ ഭയങ്കരമായിട്ടൊരു ശബ്ദം വന്നു. ആ ശബ്ദം ദേവന്മാർക്ക് സ്വർഗലോകത്തിലെത്താൻ അതിനേക്കാളും കൂടുതലായിട്ട് അവർ കേൾക്കാൻ പറ്റി.
എല്ലാ സ്ഥലത്തും പാതാള ലോകത്തിലത്ത് വരെ അവിടെ ആ ശബ്ദം കേട്ടു. അവിടെ നിന്ന് പുറത്തു വന്ന് നരസിംഹ ഭഗവാന് കീ. ആ സമയത്തിലാണ് എല്ലാരും നരസിംഹ ഭഗവാനെ കണ്ടു. അവിടെ കണ്ടപ്പോ ഹിരണ്യകശിപുവിന് ആശ്ചര്യമായിരുന്നു. ഇതാരാണ്? സമയം സന്ധി. അതില്ലാതെ ഇയാള് മൃഗവുമല്ല മനുഷ്യനുമല്ല. രണ്ട് ചേർന്നിരിക്കുന്നു. നരസിംഹ, സിംഹവുമല്ല മനുഷ്യനുമല്ല. ഇതാണ് നരസിംഹ ഭഗവാനുടെ ഇത്. ചില പേര് വെറുതെ സിംഹത്തെ മുഖത്ത് എവിടിട്ട് അവിടെ നരസിംഹ ഭഗവാൻ എന്ന് പറഞ്ഞത് അല്ല. സിംഹമല്ല നരസിംഹ ഭഗവാൻ. കണ്ട സിംഹവുമല്ല ഒരു മനുഷ്യനും അല്ല എന്ന് തോന്നും. എല്ലാ ഫീച്ചേഴ്സും ലക്ഷണങ്ങളും അങ്ങനെയാണ് ഭഗവാനുടെ ശരീരത്തില്. തവക്കര കമല വരെ നഖമത്പുത ശൃംഗം ദലിതാ ഹിരണ്യകശിപു തനുഭൃംഗം. തവക്കര കമല വരെ നഖം അദ്ഭുത ശൃംഗം. ഉദാഹരണമായിട്ട് കൈ, ഭഗവാനുടെ കൈ വളരെ മൃദുലമായിട്ടുള്ള കമല ദളം പോലെയുള്ള പാംസ് ആണ്, കൈയാണ്. പക്ഷെ അതിന്റെ ഘോരമായിട്ട് അദ്ഭുതമായിട്ടുള്ള നഖം, സ്റ്റീൽ മെറ്റൽ പോലെ ഉണ്ടാവും. അത് നഖം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നഖം, ഷാർപ്പായിട്ട് വലിയതായിട്ട്. അപ്പൊ ഇത് രണ്ടും ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്, വിപരീതമായിട്ടുള്ള കോമ്പിനേഷനാണ്. ഒരു സ്ഥലത്തില് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൈ, മറ്റേ സ്ഥലത്ത് നഖം അദ്ഭുത ശൃംഗം. ആ നഖമായിരുന്നു മെയിൻ വെപ്പൻ, ആയുധം. അയാൾ പറഞ്ഞിരിക്കുന്നത് ഈ ആയുധമില്ല ആ ആയുധമല്ല എന്ന് പറഞ്ഞ് നഖം എന്ന് പറഞ്ഞ ഒരു ആയുധമായിട്ട് കണക്കാക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ നഖത്തെ വെച്ചുകൊണ്ട് ആ ഹിരണ്യകശിപുവെ വധം ചെയ്തു. ഹിരണ്യകശിപു നരസിംഹ ഭഗവാൻ. അതാണ് ഇത്. വലിയ ഒരു, എനിക്ക് എല്ലാം പറയാൻ സാധിക്കുന്നില്ല എപ്പോഴും, പക്ഷെ ഇതൊരു അദ്ഭുതമായിട്ടൊരു ലീല എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ രൂപത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ ഈ മുടി ഒക്കെ ആകാശത്തിലായിരുന്നു, അത്ര ഹൈറ്റ്, ഭയങ്കര ഹൈറ്റിലായിരുന്നു. പിന്നെ ഹിരണ്യകശിപു, ദലിത ഹിരണ്യകശിപു ഒരു പൂച്ചി പോലെ ആയി. ഹിരണ്യകശിപു നരസിംഹ ഭഗവാന്റെ മുമ്പ് ഇത്ര പേർക്കും ഇത്ര എന്താ പറയാ പെയിൻ കൊടുത്ത ഈ ഹിരണ്യകശിപു അപ്പോ ഒരു ചെറിയ പൂച്ചി പോലെ ആയി നരസിംഹ ഭഗവാന്റെ മുമ്പ്. പക്ഷേ അതിന്റെ മനസ്സില് ഞാൻ ആരെങ്കിലും ആക്കിയിട്ട് ഞാൻ അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യുന്നു പറഞ്ഞിട്ട് വലിയ കോൺഫിഡൻസോടെ നരസിംഹ ഭഗവാൻ ആക്രമണം ചെയ്തു. നരസിംഹ ഭഗവാൻ ഇദ്ദേഹത്തിനെ പിടിച്ച് പുറത്തുമല്ല അകത്തുമല്ല ആ വാശപ്പടിയിൽ നിർത്തി. അവിടെ ഇരുന്നിട്ട് ഇദ്ദേഹത്തിന്റെ മടിയിൽ വയ്ത്ത് അദ്ദേഹത്തിന്റെ വയർ കീറി ആ കുടലെല്ലാം എടുത്ത് നെക്ലസ് ആയിട്ട് ഇട്ടു നരസിംഹ ഭഗവാൻ. അദ്ദേഹം ചത്തുപോയി. ദേവന്മാരും മറ്റുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായി. അതിനു മുമ്പ് മറ്റേ മകൻ, ഈ ഹിരണ്യകശിപുവിന്റെ മകളും മറ്റേ ആൾക്കാരൊക്കെ ആക്രമണം ചെയ്തു. അതിൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ വലിയ യുദ്ധമായി. എല്ലാരെയും അസുരന്മാരെ എല്ലാം ഫിനിഷ് ചെയ്തു. പിന്നെ അവസാനം ദേവന്മാരെല്ലാം സ്തുതിയെല്ലാം പറഞ്ഞു. പക്ഷെ അടുത്ത് ആരും പോകാൻ സാധിച്ചില്ല. എന്താണെന്ന് പറഞ്ഞാൽ നരസിംഹ ഭഗവാന്റെ വലിയ ക്രോധമായിട്ടുള്ള ഒരു ഭാവത്തിലായിരുന്നു, ദേഷ്യം. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഭക്തന്മാരെ ഇങ്ങനെ ചിത്രവത ചെയ്യുന്നു, എൻ്റെ ഭക്തന്മാരെ ആക്രമണം ചെയ്യുന്നു, എൻ്റെ ഭക്തന്മാരെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മുകളിൽ വലിയ ദേഷ്യമാണെന്ന് പറഞ്ഞിട്ട് ഭഗവാനുടെ ദേഷ്യത്തെ ആരും അടക്കാൻ സാധിച്ചില്ല, അത് റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല. ദേവന്മാർക്ക് സാധിച്ചില്ല, അവരും പേടിച്ചു. ലക്ഷ്മി പോകാൻ പറഞ്ഞു, ലക്ഷ്മി പേടിച്ചു. അവസാനം ബ്രഹ്മ വന്നിട്ട്, നാരദമുനിയും ബ്രഹ്മാവ് വന്നിട്ട് പ്രഹ്ലാദ പോകാൻ പറയും. പ്രഹ്ലാദ് ധൈര്യമായിട്ട് പോയി. പ്രഹ്ലാദ് കണ്ടിട്ട് നരസിംഹ ഭഗവാൻ ശാന്തമായി. പ്രഹ്ലാദിന്റെ ശിരസിന്റെ മുകളിൽ വെച്ച് പിന്നെ അവിടെ നിന്ന് പ്രഹ്ലാദിന് വളരെ പ്രസന്നമായിട്ടുള്ള മാധുര്യമായിട്ടുള്ള വാർത്തകളൊക്കെ സംസാരിച്ചു. പ്രഹ്ലാദും നരസിംഹ ഭഗവാനും രണ്ടുപേരും ഒരു കോൺവെർസേഷൻ ആയിരുന്നു ഇവിടെ. അതും വളരെ അദ്ഭുതമായിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് എന്താ ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പ്രഹ്ലാദനത്തെ ചോദിക്കുന്നപ്പോൾ എന്താ വരം ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ
പ്രഹ്ലാദ് പറഞ്ഞു, എന്നെ അങ്ങനെ ടെംപ്റ്റ് ചെയ്യരുത്, എനിക്ക് ഒന്നും ആവശ്യമില്ല, എനിക്ക് താങ്കളുടെ സേവ മാത്രമാണ് ആവശ്യം. പക്ഷേ ഈ മൂഢന്മാർ ഇവിടെ ഉണ്ടല്ലേ, ഇവർക്കൊന്നും അറിയില്ല ഈ കാര്യങ്ങളെല്ലാം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ചെറിയ ഇച്ഛയാണ്. അതായത് പ്രചാരം ചെയ്യണം, നിങ്ങളുടെ മഹിമയൊക്കെ അവർക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പ്രചാരമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശമാണെന്ന് പറഞ്ഞു. അത് മാത്രം പറഞ്ഞു. രണ്ടാമത്തത്, എൻ്റെ അച്ഛന് ഒന്നും അറിയാതെ ഒരു ഫൂളിഷ് മൂഢനാണ്, അദ്ദേഹത്തിന് മുകളിലെ കുറച്ച് ഒരു ദയ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇത് ചോദിച്ചു. അപ്പോ പ്രഭുപാദ് പറയുന്നു, ഒരു പ്രാവശ്യം കൂടെ ഹിരണ്യകശിപുവിനെ എതിർത്ത് സംസാരിച്ചില്ല, വിചാരിച്ചില്ല പ്രഹ്ലാദൻ. അങ്ങനെ പോലും ഒരു ക്യാരക്ടറാണ്. എന്ത് എൻ്റെ മുകളില് ആക്രമണം ചെയ്തിട്ട് ചിത്രവത ചെയ്തു, എനിക്ക് അത് ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രാവശ്യം കൂടി മനസ്സിലിരുന്ന് ആ ചിന്തന, വിപരീതമായിട്ടുള്ള ചിന്തന അച്ഛൻ്റെ പോലെ എനിക്കില്ല. അങ്ങനെ പോലും ഒരു ഭക്തനായിരുന്നു പ്രഹ്ലാദ്. അപ്പൊ ഇവിടെ അച്ഛന് മരിച്ചു കഴിഞ്ഞു, ഈ ആക്ഷന് ഫുള്ളായിട്ട് നോക്കി. അച്ഛനെ വധം ചെയ്യുന്നത് ഭഗവാൻ വന്നിട്ട് എല്ലാം നോക്കി, ലൈവായിട്ട് നോക്കി, ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. വലിയ സന്തോഷമായിരുന്നു പ്രഹ്ലാദന്. ഇങ്ങനെ ഭഗവാൻ ഈ രൂപത്തിൽ വന്നിരിക്കുന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷത്തില. ആ സന്തോഷമെല്ലാം കഴിഞ്ഞിട്ട്, ഈ സംവാദമൊക്കെ കഴിഞ്ഞിട്ട്, നിനക്ക് എന്താ ആവശ്യം എന്ന് പറയുന്നപ്പോ പ്രഹ്ലാദ് അച്ഛനിന്റെ ഓർമ്മ വന്ന്, എൻ്റെ അച്ഛന് ഒരു മൂഢനാണ്, അദ്ദേഹത്തിന് മനസ്സിലായില്ല, അദ്ദേഹത്തിന് മുകളിൽ ദയ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ നരസിംഹ ഭഗവാൻ പറയുന്നത്, നിന്റെ അച്ഛന് മാത്രം എന്താ, 7 തലമുറ മുമ്പ്, നിനക്ക് മുമ്പേയും അത് നിങ്ങൾ നിന്ന് കഴിഞ്ഞിട്ടും എല്ലാവർക്കും എൻ്റെ ദയ ഉണ്ടാവും, അവർ എല്ലാവരും ലിബറേഷൻ, മുക്തി കിട്ടുക അവർക്കെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ പ്രഹ്ലാദനെ സമാധാനപ്പെടുത്തുന്നു. പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പരിവാരത്തില്, നമ്മുടെ കുടുംബത്തില് ആരെങ്കിലും ഒരു ആത്മാ ഭഗവാനുടെ ഭക്തനായിട്ട് മാറി, ഭഗവാനെ ഫുള്ളായിട്ട് സർവീസ് ചെയ്യുന്ന പോലെ മാറിയ, പിന്നെ 7 generations ബിഫോർ 7 generations ആഫ്റ്റർ എല്ലാവർക്കും ഭഗവാനുടെ കൃപ കിട്ടുന്നു. അങ്ങനെ പോലെ ഒരു സേവ ചെയ്തു പ്രഹ്ലാദ്. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് പറഞ്ഞു, സെയിം തിങ് അപ്ലിക്കബിൾ ഫോർ us ഓൾസോ. If any of you sacrifice your life for Krishna and become pure devotee, then Krishna will save your entire family, 14 generations. 14 തലമുറകൾ എല്ലാവരും, നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാനുടെ കൃപയുണ്ടാകും എന്ന് പറഞ്ഞു. സോ ഇത് അത്ര വലിയ ഒരു കഥയാണ്. ഞാൻ ചുരുക്കമായിട്ട് പറയുന്നത്, അതിൻ്റെ സാരം ഞാൻ പറഞ്ഞു. സമയമായി 9:30 മണി കഴിയാൻ തോന്നുന്നു. എന്നാലും ഞാൻ ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ, ഓം തത്സത്. 5 നിമിഷം എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചെറിയതായിട്ട് ഉത്തരം പറയാം. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നരസിംഹ ഭഗവാൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഹ്ലാദ് മഹാരാജ് കി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചോദ്യങ്ങള് ഹരേ കൃഷ്ണ പ്രഭുജി. എനിക്ക് ഞാൻ ചോദ്യം കേൾക്കുന്നത് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ആൾക്കാർ മാത്രമേ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റൂ. ഞാൻ ആരും കാണാൻ സാധിക്കുന്നില്ല ഇവിടെ. വിജയ് മുകുന്ദദാസ് മാത്രമേ ഉള്ളൂ കാണാൻ സാധിക്കുന്നു എനിക്ക്. വീഡിയോസ് ഓൺ ചെയ്താൽ നന്നായിരിക്കും. മഹാരാജനോട് ചോദ്യം ചോദിക്കാനുള്ള ഡിവോട്ടീസ് വീഡിയോ ഓൺ ചെയ്തിട്ട് ചോദിക്കണം. ഹരേ കൃഷ്ണ. മഹാരാജിനെ വിളിച്ചിട്ട് മഹാരാജനോട് ചോദ്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മഹാരാജ്. ധന്യവാദ്. ഹരി ബോൾ. ജലജ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മഹാരാജ്. ഹരേ കൃഷ്ണ. പറയൂ. പ്രഹ്ലാദ് മഹാരാജിന് ഈ ക്വാളിറ്റി ഉണ്ടല്ലോ, എന്ത്, അതായത് അച്ഛൻ യൂഷ്വലി പ്രൊട്ടക്ട്, അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടും ഒരു കോമൺ ആയിട്ട് ആ ക്വാളിറ്റി നമ്മൾ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും? അതാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുക, ദ്വന്ദ്വമോഹേന ഭാരത സർഗേ യാന്തി പരന്തപ. ഈ ജീവിതത്തിലെ, ഭൗതിക ജീവിതത്തിലെ
നമുക്ക് എല്ലാവർക്കും ഈ ദ്വന്ദ്വമോഹം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം എൻ്റെ ശത്രുവാണ്, ഇദ്ദേഹം എൻ്റെ മിത്രനാണെന്ന് കാണാൻ പറ്റുന്നത്. ഇത് തെറ്റാണ്. ശത്രുവും മിത്രനെന്ന് കാണുന്നത് ഒരു ബദ്ധജീവനുടെ ലക്ഷണമാണ്. അദ്ദേഹത്തിന് അതിനുമാലും ട്രാൻസെൻഡ് ചെയ്തിട്ട് വേറെ മാതിരി കാണാൻ സാധിക്കുന്നില്ല. ഭക്തി ഉണ്ടെങ്കിൽ, ഭഗവാനുടെ മുകളിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രേമം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദ്വന്ദ്വമോഹം ഇല്ലാതെ നമുക്ക് ആൾക്കാരിൽ കാണാൻ പറ്റും. എന്നെ എന്ത് ചെയ്തെങ്കിലും അച്ഛന് വേറെ മാതിരി എനിക്ക് കാണാൻ പറ്റും. ഇതൊരു അത്ഭുതമായിട്ടൊരു ഗുണമാണ്. ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ ഫോർ പ്യുവർ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ് ടു സീ ലൈക്ക് ദാറ്റ്. എത്രത്തോളം നമുക്ക് ഭക്തി ഉണ്ടാവുന്നുണ്ടോ അത്രത്തോളം നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഡയറക്ട്ലി ഇൻ പ്രൊപ്പോർഷൻ ടു യുവർ ഭക്തി. അല്ലെങ്കിൽ നമ്മൾ ബദ്ധജീവന്മാര് ബൈനറി സിസ്റ്റം, എന്താ പറയാ, ദ്വന്ദ്വമോഹം, അതിൽ ജീവിച്ചുകൊണ്ടിരിക്കണം. ബദ്ധജീവന്മാര് എല്ലാവരും അങ്ങനെ തന്നെ കാണാൻ പറ്റും. അതായത് കൊണ്ട് നമുക്ക് പലവിധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഇയാളെൻ്റെ ശത്രു, ഇയാളെൻ്റെ മിത്രൻ എന്ന് കാണുന്നപ്പോൾ പ്രോബ്ലംസ് തുടങ്ങാൻ നമുക്ക്. അതാണ് ദ്വന്ദ്വമോഹം. പക്ഷെ പ്രഹ്ലാദ് പ്യൂർ ഡിവോട്ടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ മോഹമില്ല. Okay? The moham, how we'll overcome, Maharaj? You will overcome only by getting pure devotion for Krishna. നമ്മളെല്ലാം സാധകന്മാരാണ്. We have not yet achieved that pure devotion. ആ പ്യൂർ ഡിവോഷൻ വരുന്നപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ദ്വന്ദ്വമോഹം ഇല്ലാതെ പോകും. സോ സാധകന്മാരുടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് കിട്ടൂല. എങ്ങനെയെന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു, മെഡിക്കൽ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടി. പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഡോക്ടറാവും, MBBS കിട്ടും എനിക്ക്. അതിന്ന് വരെ ഐ എം എ ട്രെയിനി. ഞാൻ ഡോക്ടറായിട്ടില്ല. എപ്പോഴും എൻ്റെ സിസറും അതും എല്ലാം എടുത്തോണ്ട് എനിക്ക് സർജറി ഒക്കെ ചെയ്യാൻ പറ്റില്ല. അഥവാ ചെയ്തെങ്കിൽ അയാൾ മരിച്ചു പോകും. എനിക്ക് ഐ ഡോണ്ട് നോ യെറ്റ്. സോ യു കാൺ കോൾ യുവർ സെൽഫ് എ ഡോക്ടർ. അപ്പോൾ പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഫുള്ള് പഠിച്ച് അതിന് റിയലൈസേഷൻസും പ്രാക്ടീസും ഹൗസ് സർജൻഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അയാൾക്ക് MBBS കിട്ടിയിട്ടും അയാൾ വേറെ എവിടെയെങ്കിലും ആസ്പത്രിയിൽ ചെന്നിട്ട് ട്രെയിനിങ് എടുത്തിട്ട് പതുക്കെ അയാൾക്ക് ഒരു ദിവസം സർജറി ചെയ്യാൻ പറ്റും തന്നെ അല്ലേ? അതുവരെ അയാൾ ട്രെയിനിങ്ങിലാണ്. അപ്പം നമ്മൾ സാധകന്മാരാണ്, നമ്മൾ ട്രെയിൻ ചെയ്യാണ്. നമുക്ക് പ്യുവർ ഡിവോഷൻ കിട്ടുന്നവരെ നമ്മൾ ട്രെയിനിങ് ആണ്. അതുവരെ ഈ ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്, ദ്വന്ദ്വമോഹം. All right? Any other question? Hare Krishna Maharaj ji. Hari Bol, Vidya Nair ji, how are you? I'm fine. Prabhuji, നാളെ ഫാസ്റ്റിംഗ് ഇങ്ങനെ എടുക്കണ്ടേ? നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നെങ്കിൽ എടുക്കൂ, അത് നല്ലതാ. നിങ്ങളുടെ ഭക്തിന്റെ ഉന്നതം കിട്ടാൻ വേണ്ടിയിട്ട്. If you can fast, you can fast. Thank you, Prabhuji. Prabhuji, നാളത്തെ ടൈമിംഗ് എന്തോ? അതെല്ലാം നിങ്ങൾ ലോക്കലായിട്ട് സംസാരിക്കണം. ഓരോരോ സ്ഥലത്തിലെ ഓരോരോ ടൈമിങ്ങിൽ ഫോളോ ചെയ്യുന്നു. ഞങ്ങൾ ജനറലായിട്ട് കാലത്തുനിന്ന് ഫുൾ ഫാസ്റ്റിംഗ് നരസിംഹ ഭഗവാൻ സന്ധി സമയത്തിലെയാണ് പ്രകടമായത്. സോ വി ഫാസ്റ്റ് ടിൽ സന്ധി ടൈം ഇൻ ദ ഈവനിങ്. 5:45, 6:15 വരെ ഓരോരോ സ്ഥലത്തിലും ടൈമിംഗ് ചെറിയതായിട്ട് വ്യത്യാസം ഉണ്ടാവും. സോ ടിൽ സന്ധി ടൈം യു ഹാവ് ടു ഫാസ്റ്റ്. ഹരേ കൃഷ്ണ Maharaj ji. Thank you. Hare Krishna. Any other person question? Hare Krishna Maharaj. Yes. Advocate Lata പറയൂ. Hare Krishna. ഹരേ കൃഷ്ണ മഹാരാജ്. ഒരു ഡൗട്ട് മഹാരാജ് പറഞ്ഞു, ലാസ്റ്റ് 2 അനുഗ്രഹം കൊടുത്തു എന്ന് പറഞ്ഞു ഭഗവാൻ. 2 അനുഗ്രഹം. അപ്പൊ ഒരു പ്രഭാത് 7 തലമുറക്ക് ഇത് കൊടുക്കും ഡിവോട്ടിയുടെ കുടുംബത്തിന്. പിന്നെ ലാസ്റ്റ്